നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലാണ്. ദുമായി എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ നിന്നും സുമാത്രയുടെ വടക്കുള്ള ബന്ദേയാച്ചെ എന്ന് പറയുന്ന പട്ടണത്തിലേക്കുള്ള ബസ് യാത്രയിൽ സുമാത്രയിലെ കിഴക്കൻ തീരങ്ങളിലൂടെ യാത്ര ചെയ്ത് ആച്ചെ പ്രൊവിൻസിലുള്ള ഏറ്റവും വടക്കു ഭാഗത്ത് ബന്ദേയാച്ചെ എന്ന് പറയുന്ന സംഭവ ബഹുലമായ ഒരു പട്ടണത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ലക്ഷ്യം. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഓപ്പൺ ആകുന്ന ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ടുള്ള പൊസിഷനിലാണ് ഈ പറയുന്ന ബന്ദേയാച്ചെ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ കപ്പൽ ചാലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ പ്രദേശം അതുകൊണ്ട് തന്നെ അവിടുത്തെ ചരക്ക് നീക്കങ്ങളുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക്കൽ പൊസിഷനുമായി മാറുന്നു. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതലേ ഈ ഒരു സ്ഥലം കൈയടക്കാൻ നിരവധി യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ മറ്റു സ്ഥലങ്ങളിലെ ആളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സംസ്കാരങ്ങളും ആചാരങ്ങളുമുള്ള ഒരു കൂട്ടരാണ് ആച്ചെ പ്രൊവിൻസിലുള്ളവർ. ഇവർ സംസാരിക്കുന്ന ഭാഷ തന്നെ വ്യത്യസ്തമാണ്. ആച്ചനീസ് എന്നതാണ് ഇവരുടെ സംസാര ഭാഷ. സ്വന്തമായി ഒരു രാജ്യമായി നിലനിൽക്കുക എന്നതും ഇവർക്കിടയിൽ ഒരു ആവശ്യമായിരുന്നു. എങ്കിൽ ഇന്നിത് ഇന്തോനേഷ്യയുടെ ഭാഗമാണ്. ഇവിടെയുള്ള ആളുകളുടെ മുഖങ്ങളും മറ്റും ഇന്ത്യയുമായി വളരെ സാമ്യമുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്കറിയാമോ? ഇവിടെ നിന്നും ഇന്ത്യയിലേക്കാകെ 150 കിലോമീറ്ററിന് അടുപ്പിച്ച് മാത്രമേ ദൂരമുള്ളൂ. അത് ആച്ചെ വളരെ വ്യത്യസ്തമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം നേരിട്ടവർക്കിടയിലൂടെ നമുക്ക് യാത്രകൾ തുടരാം. അധികം ആളുകളിലേക്ക് എത്താത്ത നമ്മളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. അതിന് കമൻറ്റ് ബോക്സിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പോയിന്റുകൾ സമ്മാനിച്ച് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരാഴ്ചയിൽ 3 തവണ നിങ്ങൾക്കിത് ഫ്രീ ആയി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഇംഗ്ലീഷിലുള്ളവർക്ക് മലയാളത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ മലയാളം ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സൂര്യവെളിച്ചം വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ ആദ്യമേ ഒരു താമസത്തിനുള്ള സൗകര്യം സെറ്റാക്കിയിട്ട് ഒന്ന് കുളിക്കണം. കാരണം എത്ര ദിവസമായിട്ട് തുടങ്ങിയ യാത്രയാണ്. ഒന്ന് ഫ്രഷ് ആവണം. അതിന് ശേഷം നമുക്ക് ഈ നാടിന് വലിയ വലിയ പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേകതകളിലോട്ടൊക്കെ പോകണം കേട്ടോ. നമ്മൾ നിന്ന ഈ ഒരു ബസ് സ്റ്റാൻഡും അതിനോട് ചേർന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത്. വലിയൊരു കോംപ്ലക്സ് ആണ് കേട്ടോ. ഇത് അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് മൗണ്ടൻസ് കാണുമ്പോഴാണ് മനസ്സിനുള്ളിൽ ലഡ്ഡു പൊട്ടുന്നത്. ഇവിടെ ട്രെക്കിങ്ങുകളൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് തപ്പി കണ്ടുപിടിക്കണേ. കണ്ടങ്ങൾ മിസ്റ്റി മൗണ്ടൻസ്, അതും ബീച്ച് വളരെ അടുത്താണ് കേട്ടോ. എന്തായാലും വാ, നമുക്ക് ആദ്യമേ ഇവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് അങ്ങ് ഇറങ്ങാം. എൻ്റെ മഴയെ പ്ലീസ്, നീ ഇന്ത്യയിലോ എൻ്റെ കൂടെ വന്നു, ഇനി പുറത്തെ രാജ്യങ്ങളോട്ട് പോകുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ കൂടെ വരരുത്. ആച്ചെ പ്രൊവിൻസിൻ്റെ ടൗണ്, ആച്ചെ പ്രൊവിൻസിലെ ആളുകൾ, ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. പിന്നെയുണ്ടല്ലോ ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവരുണ്ടല്ലോ, ഇന്തോനേഷ്യക്കാരെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആച്ചെ ആ ഒരു പ്രൊവിൻസിലുള്ള ആളുകൾ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് കേട്ടോ ഇവർക്ക് താല്പര്യം. സംതിങ് എന്തോ ഉണ്ട് അല്ലേ? ഇവിടെ നിൽക്കുമ്പോഴേ റോഡിൻ്റെ മറുകരയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അതുകൊണ്ടെങ്കിൽ നേന്ത്രപ്പഴം, എൻ്റെ പൊന്നെ എന്നോ വലിയ നേന്ത്രപ്പഴം എന്നാൽ ആ ഒരു ലൈറ്റിൻ്റെ വലിപ്പം വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്കാക്കിയാൽ മതി. അത് വലിയ ലൈറ്റ്, ആ ലൈറ്റിനേക്കാളും വലുതായിട്ടുള്ളൊരു നേന്ത്രപ്പഴം. ആഹാ. പിന്നെ അവിടെ ഇരുന്ന ആ ഒരു ചേട്ടൻ നമ്പറൊക്കെ തന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു ഹോട്ടലിൻ്റെ ഓണർ. പിന്നെ പുള്ളിക്കാരനെ നമ്മുടെ സ്കിൻ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് കണ്ടോ, രോമമുള്ള സ്കിന്നാണല്ലോ. അപ്പം നമുക്കും ഇന്ത്യക്കാർക്കും ഒരേപോലത്തെ സ്കിന്നാണ്. ഇവിടെയുള്ള ആളുകളുടെ ഇന്തോനേഷ്യയുടെ ബാക്കിയുള്ള ആളുകളുടെ സ്കിന്ന് വേറെയാണ്. നമ്മൾ കാണാനൊക്കെ ഒരുപോലെയാണ്, സെയിം ആണ് ആച്ചയും ഇന്ത്യയും തമ്മിൽ എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത്. ഈ റോഡ് വഴി നമുക്കൊന്നും നടക്കാമല്ലേ? ശരിക്കും നമ്മൾ ദുബായിൽ വന്നിറങ്ങിയതുപോലെയല്ല. ഇവിടെ മരങ്ങളും ഒരു പച്ചപ്പും മൊത്തത്തിലൊരു ഹരിതാപം കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് ഇതാ വെള്ളമല്ല ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. വേറെയും കാഴ്ച, ദുബായിലെ പോലെയുള്ള ആളുകൾ ഇവിടെ സിഗ്നലൊക്കെ പാലിച്ച് തന്നെയാണ് ആളുകൾ നിൽക്കുന്നതും പോകുന്നതൊക്കെ. എനിക്ക് തോന്നിയേ നമ്മുടെ ഇന്ത്യയിൽ കേരളം വരുന്നില്ലേ കുറച്ചും കൂടി റൂൾസൊക്കെ പാലിക്കുന്ന രീതിയിൽ. എല്ലാ കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുപോലൊരു സ്ഥലമാണോ ഈ ഒരു ആച്ചെ പ്രൊവിൻസ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. നമ്പർ 1 ഇൻ ഇന്തോനേഷ്യ എന്നൊക്കെ പറയുന്ന പോലെ. മലേഷ്യയിലേതുപോലെ ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീബ്ര ലൈൻസ് ഒന്നും കാണാനില്ല. സോ റോട്ടിൽ കൂടി തന്നെ ക്രോസ് ചെയ്യാം. രാവിലെ തന്നെ ചെറിയൊരു സൂര്യ വെളിച്ചവും അതിൻ്റെ കൂടെ ഓഫീസിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചകളും ഒക്കെ ഒരു ഫ്രഷ്നെസ്. ആഹാ, ഹായ്, മഞ്ഞ വണ്ടി റേസ്
ഞാനിതാ ഇതുപോലൊരു ഹോട്ടൽ, ഇത് ഹോട്ടലാണെന്നുള്ളത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടിട്ട് ChatGPT-നോട് ചോദിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പം അവിടെ പക്ഷേങ്കിൽ 2 ലക്ഷം രൂപയാണ് റൂമിൻ്റെ റേറ്റ്. 2 ലക്ഷം കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 1200 രൂപ റേഞ്ച് വരും. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്നൊരു 3.3 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് അറൗണ്ട് ഒരു 4 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദ് ഉണ്ട്, മസ്ജിദ് റയ എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ എല്ലാത്തിൻ്റെ ഒരു സെൻറ്റർ അവിടെയാണ് വരുന്നത്. അതിനോട് ചേർന്നൊരു മാർക്കറ്റും ഹാപ്പനിങ് ഏരിയ അത് അങ്ങോട്ടേക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്കൊന്നും നടന്നു പിടിക്കാം. രാവിലെ ഒരു മോർണിംഗ് വാക്ക് കൂടി ആവട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കൂട്ടത്തിൽ നമുക്ക് കാഴ്ചകളും കാണാം. ഇനി പോകുന്ന വഴിക്ക് വേറെ വല്ല ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്കതെടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കാഴ്ച കണ്ടുകൊണ്ട് ഈ ഒരു ആച്ചെ ആളുകൾ എങ്ങനെയാണ്, ആച്ചയുടെ ടൗൺ എങ്ങനെയാണെന്നുള്ളത് കാണാനുണ്ട്. തുടക്കം തന്നെ ടൗണുകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ 2 ഹെൽമെറ്റ് അത്യാവശ്യമാണ്. 2 ഹെൽമെറ്റ് വെക്കാത്ത ആളുകളുടെ ഫോട്ടോ ഇതാ, അതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരോട് ലിഫ്റ്റ് ചോദിക്കാനും പറ്റത്തില്ല നമുക്ക്. റോഡ് സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു പെട്രോൾ പമ്പുകൾ കണ്ടില്ലേ നിങ്ങൾ? ഇതിൻ്റെ അകത്തുനിന്ന് ഊറ്റി പച്ച ഓയിൽ, അതാണ് നമുക്ക് ഈ സ്കൂട്ടറിന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. നമ്മളവിടെ മെയിൻ റോഡിൽ നിന്നൊരു ഡീവിയേഷൻ എടുക്കാൻ പറയുന്നുണ്ട്. എടുക്കാം അല്ലേ? ഇതിൻ്റെ ഉൾഭാഗത്തെ റോഡിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇപ്പോൾ പോകുമ്പോൾ തിരിയും. ഇത് അത്യാവശ്യം കുറച്ച് ഇപ്പുറത്തൂടെ വന്നപ്പോഴത്തേക്കും വലിയ വീടുകളൊക്കെ കാണാൻ തുടങ്ങി. കുറച്ച് പോഷായിട്ടുള്ള, ഈ ഒരു നാട്ടിലെ ആളുകളുടെ പോഷായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്ന് തോന്നുന്നു കേട്ടോ. നല്ല നല്ല വീടുകൾ കണ്ടില്ലേ നിങ്ങൾ? രസമില്ല കാണാൻ. പിന്നെ മാവൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് നമ്മളുടെ നാടിൻ്റെ അതേ ക്ലൈമറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റുള്ള സ്ഥലമാണ്. കുറച്ച് ചൂട് കൂടും, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. എന്താ അങ്ങ് ദൂരെ നിന്നും ഇവിടുത്തെ ടാക്സി, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വണ്ടി ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഓട്ടോ ഒക്കെ ഉള്ള പോലെ. അപ്പം അതിങ്ങനെ പോകുന്നുണ്ട്. എന്നോട് കുറേ ആളുകൾ ചോദിച്ചു വരണോ എന്ന്. കാരണം അവരെല്ലാം എന്നെ വിളിച്ച് വിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്കിഷ്ടമായി. പക്ഷേങ്കിൽ എത്ര രൂപ അവർ വാങ്ങും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പിന്നെ വന്നൊരു ദിവസം നമ്മൾ നടന്നാലല്ലേ ഈ നാടിൻ്റെ ഏകദേശം ഒരു മാപ്പൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നടന്നതാണ്. ഈ കണ്ട ഞങ്ങൾ ഒരു പുൽമേടൊക്കെ ഉള്ള ഒരു മേഖലയിലേക്ക് നമ്മളെത്തി. നൈസ് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു പിള്ളേരൊക്കെ കളിക്കുന്നത്. അത്യാവശ്യം നല്ല കാറ്റുണ്ടല്ലോ. എൻ്റെ പൊന്നു മഴയെ പെയ്യരുത് ഇപ്പം നീ. ഇവിടെ ഉണ്ടല്ലോ എനിക്കൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ ഒരു ബോർഡുകളില്ലേ, ഇതൊന്ന് ഇവർ ഇംഗ്ലീഷിലാക്കുമായിരുന്നെങ്കിൽ കുറേയും കൂടി നല്ലതായിരുന്നു. ആ കണ്ടതേ കല്യാണ സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പാണ്. ഭാഗ്യം തന്നെ റൂമിന് പോയി ചോദിക്കാണ്ടിരുന്നത്. നോക്കി നിങ്ങൾ, നമ്മൾ നടന്ന് ഒരു നാട്ടിൻപ്രദേശത്തെ ജംഗ്ഷനിൽ എത്തിയ പോലെ തന്നെ ഒരു കുഞ്ഞ് ജംഗ്ഷൻ. ഇവിടെ ചായക്കടകളൊക്കെ ഉണ്ട്, വാഴത്തോപ്പൊക്കെ ഉണ്ട്, ആളുകളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് കേട്ടോ പോകേണ്ടത്. അങ്ങോട്ട് നൈസ് ഉണ്ടല്ലോ ഈ ഒരു ഏരിയ, എനിക്ക് ഇഷ്ടപ്പെട്ട്, കൊള്ളാം. ഡാമിൽ നിന്നോ അതോ കടലിൽ നിന്നോ വെള്ളം ഒഴുക്കുന്ന ഒരു ചാല് പോലുള്ള ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നിൽക്കുമ്പം കേരളത്തിൽ പശ്ചിമഘട്ടമുള്ള പോലെ തന്നെ ആ ഒരു ഭാഗത്ത് മലനിരകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ സൈഡിനോട് ചേർന്ന് താമസിക്കുന്ന വീടുകളും ഉണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ? ഒക്കെ നൈസായിട്ടുണ്ട്. ഇതെല്ലാം കാഴ്ചയൊക്കെ ഒരു രസമാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ വീടുകൾ മരത്തിൻ്റെ വീടുകളാണ്. അതുകൂടാതെ ഇത് കണ്ടോ നിങ്ങൾ, തൂണിന് മേലെയാണ്. അതുകൂടാതെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളം കയറുന്ന കുറച്ച് താഴ്ന്ന പ്രദേശമാണ് ഇതെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഒരു മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് വന്ന് കയറി. ഈ മരമൊക്കെ പിടിപ്പിച്ചിട്ടേ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നതും കൂടിയുണ്ട്. പെട്ടെന്നൊരു മാറ്റം, നല്ലൊരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും പുളിമരമാണ് അങ്ങ് ആ ഒരു നടുക്ക് കാണുന്നത്. അല്ലാതെ പല മരങ്ങൾ, തണൽ മരങ്ങൾ പലതും ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഹോട്ടലിൻ്റെ റൂം കണ്ടു, ഹോട്ടൽ കണ്ടു. പക്ഷേങ്കിൽ ഇതിൻ്റെ റേറ്റ് എഴുതി വെച്ചേക്കുന്നുണ്ടോ, 3.5 ലക്ഷമാണ് സ്റ്റാർട്ടിങ് വരുന്നത് പെർ നൈറ്റ്. ശരിക്കും ഒരു ടെൻറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കണ്ടെങ്കിൽ നല്ല കോമ്പൗണ്ടുകളുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഫ്ലൈറ്റിന് ടെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. കാരണം എനിക്ക് ഹാൻഡ് ലഗേജ് മാത്രമുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തത്. അല്ലാത്ത ടിക്കറ്റിന് 20,000 രൂപ വരുന്നുണ്ട്. മറ്റേതാകുമ്പോൾ 8,500 ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നും കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ ജക്കാർത്ത പോലുള്ള വലിയ ടൗണിലോട്ടൊന്നും പോയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ടെൻ്റൊന്നും വിൽക്കുന്ന ഷോപ്പുകളൊന്നും അവിടെ എവിടെയില്ല. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടല്ല. വിശപ്പിൻ്റെ വിളി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇനി കുളിച്ചിട്ടേ ബാക്കി എന്ത് പരിപാടി ഉള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് 2-3 ഈ ഒരു ഹോട്ടലുകൾ ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, ഗൂഗിളിൽ നോക്കി ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട്
അതിങ്ങനെ ആഡ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണേ. ഇവിടെ നിന്നുണ്ടല്ലോ ഞാൻ അറിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കര കമ്പനിയാണത്രേ. അവരുമായിട്ട് കമ്പനി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈസൻസ്, അവർക്കെല്ലാവർക്കും ലൈസൻസ് ഉണ്ടല്ലോ, അന്നേരം ഈ ഒരു ചുറ്റുവട്ടങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ബൈക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ റെൻറ്റിന് ബൈക്ക് ചെറിയ റേറ്റിൽ കിട്ടും. അപ്പം അത് അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് വെറുതെ കറങ്ങാനായിട്ട് പോകാമെന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കേണ്ടി വരുമോ? എന്താ ചെയ്യാത്. ഞാനിപ്പോഴേ നടന്ന് കയറി വന്നത് ഒരു മിലിറ്ററി ഏരിയയിലേക്ക് കൂടിയാണ് കേട്ടോ. വെറുതെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അവരെ കൊണ്ട് ചീത്ത പറയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യാത്തതാണ്. അവിടെ നിന്നൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനെയൊക്കെ ഞാൻ കണ്ടു. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമസ്തേയൊക്കെ പറഞ്ഞു കേട്ടോ. ചെറിയ ചെറിയ ഹിന്ദി വാക്കുകൾ അവർക്കറിയാം. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്തോനേഷ്യൻ ആർമിയും തമ്മിൽ സംതിങ് എന്തൊക്കെയോ കൊളാബറേഷനൊക്കെ ഉണ്ട്. നമ്മുടെ ബ്രഹ്മോസ് മിസൈലില്ലേ, അത് ഇന്തോനേഷ്യക്ക് കൊടുക്കാൻ പോകുന്നെന്നോ കൊടുത്തെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിരുന്നു. സംതിങ് അങ്ങനെ എന്തൊക്കെയുണ്ട് കൊളാബറേഷൻസ്. പിന്നെ അവരുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അത് ശരിക്കും വളരെയധികം പ്രാചീന കാലത്തെ വണ്ടി പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു ഇന്തോനേഷ്യൻ സർക്കിൾ. വീണ്ടും നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നു ചേർന്നു. കൊള്ളാം. ഇവിടെ ഭംഗിയുള്ളൊരു സർക്കിളാണ് കേട്ടോ. എന്തോ ഫോട്ടോ പോയിൻ്റ് സംതിങ് ആണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് ഒരു പാർക്ക് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ ഭംഗിയുള്ള റോഡിന് സൈഡിലായിട്ട് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. പോയി അന്വേഷിക്കാം അല്ലേ. 3 ലക്ഷം രൂപയോ? 3 ലക്ഷം രൂപ. എവിടെ സിംഗിൾ റൂം കിട്ടാനില്ലെന്നേ, അതാ വിഷയം. എല്ലാം ഡബിൾ റൂമാണ്. നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്ക് ഏരിയ ആണിത്. നമ്മളങ്ങനെ നടന്ന് മസ്ജിദിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. മസ്ജിദ് റയ ബൈത്തുർ റഹ്മാൻ എന്ന് പറയുന്ന കണ്ടങ്ങൾ ആ ഒരു കറുത്ത മകുടങ്ങളോടൊക്കെ കൂടിയ ആ ഒരു മസ്ജിദിൻ്റെ എത്ര മകുടമുണ്ട്? 1 2 3 4 മകുടങ്ങൾ. പക്ഷേങ്കിലുണ്ടല്ലോ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് എൻട്രി ഇതുണ്ടോ, അവിടെ എന്തോ ആൾ കിടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എൻട്രി കാണുന്നുണ്ട്. വർക്ക് ചിലപ്പോൾ തീരുമായിരിക്കണം. ഇവരിവിടെ ഈ ഒരു ക്രെയിന് കൊണ്ട് എന്തെല്ലോ പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ ഫ്രണ്ടിലോട്ട് വരും കേട്ടോ. കാരണം നമ്മളത് കണ്ടു തുടങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു മഴയ്ക്കുള്ള ഒരു കോളും കൂടി കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിഞ്ഞ് ഒന്ന് ക്ലിയർ ആവട്ടെ. എന്തായാലും ഈ ഒരു നാടിനെ വിശദമായിട്ട് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കാണാനുള്ളതാണ്. ബന്ദേയാച്ചയുടെ മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ ഇത്. നല്ല തിരക്കുണ്ടാവേണ്ട സ്ഥലമാണ്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ശരിക്കും ഉണ്ടല്ലോ ഈവനിങ് ആണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. എപ്പോഴാണ് ആ ഒരു വൈബ് കിട്ടുക എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈവനിങ് ആ വൈബുള്ള സമയത്ത് നമുക്ക് വരാട്ടോ ഇങ്ങോട്ടേക്ക്. ശരിക്കും ചിലപ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ മലയാളികൾ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടത്തുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ വന്നത് അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വരുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആളുകളെ കിട്ടിയേനെ. കാരണം മലയാളി ഇല്ലാത്തൊരു സ്ഥലം നമ്മളുടെ ലോകത്തില്ലല്ലോ, അല്ലേ? അങ്ങനല്ലേ? ഇങ്ങോട്ടൊക്കെ മെയിനായിട്ടുണ്ടല്ലോ ഡ്രസ്സ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളാണ്. അവിടെ നിന്ന് അവർ വിക്ടറി ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം ഒന്നും മടുത്തു കേട്ടോ നടന്ന്. ഇങ്ങനെയൊരു സാധനം ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ചോദിച്ച് നോക്കട്ടെ റൂംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചേച്ചി ഇറങ്ങി വന്നു. ഇത് തന്നെയാണ് റൂം. ഫ്രണ്ട്സ്, നമുക്കങ്ങനെ ഇവരുടെ ഈ ശരിക്കും ഇതൊരു ചെറിയൊരു ഹോം സ്റ്റേ പോലെ ഇവർ നടത്തുന്നതാണ്. ഒരു കുട്ടി റൂമ്, ബാത്റൂമൊന്നുമില്ല, എന്നാലൊരു കുട്ടി റൂം. അത് നമുക്കൊരു എത്ര റേറ്റ് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്കായിട്ട് ഞാൻ എടുത്തു. ഇന്നിപ്പോൾ നാളെ ഇവിടെ കറങ്ങാനും കൂടി ഉള്ളത്. അറൗണ്ട് ഒരു 600 രൂപ റേഞ്ചിൽ നമുക്ക് പെർ ഡേ കിട്ടി കേട്ടോ. ബാത്റൂം ഇതാ പുറത്താണുള്ളത്. ചെറിയൊരു കിച്ചണൊക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഇതുള്ളതെന്നുള്ളതാണ്. ഇത് ഇവരുടെ കിച്ചണാണെന്ന് തോന്നുന്നു. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു ഇത്താത്തയുണ്ട് ഇവിടെ. പുള്ളിക്കാരി ഇത് അവിടെയുണ്ട്. ഇസ്ലാമി ലോസ്മെൻ ട്രാൻസിസ്റ്റ് അങ്ങനെയാണ് ഇതിൻ്റെ പേരുള്ളത് കേട്ടോ. എന്തായാലും കൊള്ളാമല്ലേ? നമുക്ക് ഒത്തൊരു റേറ്റിന് കുറച്ച് നടന്നെങ്കിലും കിട്ടി. കറക്റ്റ് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്തെങ്കിലും ലൈറ്റായിട്ട് അതിനായിട്ട് ഇറങ്ങാം. സമയം വന്നിട്ട് 10 മണി ആവുന്നേ ഉള്ളൂ. എല്ലാവരും ഇവിടെയും കട തുറന്ന് വരുന്നേ ഉള്ളൂ. നല്ലൊരു മഴക്കോൾ ഇങ്ങനെ ഉരുണ്ടുകൂടി വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്താൽ പണിയാകുമെന്നുള്ളതുകൊണ്ട് അധിക ദൂരം പോകണ്ട. ഈ റോഡിന് അപ്പുറ വശത്തായിട്ട് നമുക്കൊരു കട കാണുന്നുണ്ട്. അവിടെ പോയി എന്താണോ തിന്നാൻ കിട്ടുന്ന അതെന്തുമായിക്കോട്ടെ അത് കഴിക്കാം കേട്ടോ. അതല്ലേ ബെറ്റർ. നിസാൻ്റെ വണ്ടി. നല്ല ടൗണ്. എനിക്ക് ടൗൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒതുങ്ങിയ മലനിരകളൊക്കെയുള്ള ഇച്ചിരി തണുപ്പൊക്കെയുള്ള, വലിയ തണുപ്പൊന്നല്ല, അത് ഇരുണ്ടുകൂടി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. എന്നാലും നല്ല ചിരിക്കുന്ന ആളുകളുള്ള ഒരു ടൗണ്. ഇതുണ്ട് ഇവിടെ കഴിക്കാനായിട്ട്. ഇതുപോലുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് കഴിക്കാം കേട്ടോ. ഈ പഴമൊക്കെ ഇരിപ്പുണ്ട്. പഴംപൊരിയാണോ ദൈവമേ?
അതേലോ. ഇവര് പഴംപൊരി പോലത്തെ നമ്മുടെ ഒരു സാധനമുണ്ട്, അത് തന്നെയാണെന്ന് തോന്നുന്നു. അതെന്തായാലും എടുത്തിട്ടുണ്ട്. ഭാഷ നല്ല വിഷയമാണ് കേട്ടോ. എന്തായാലും അത് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, അത് പഴംപൊരി പൊരിച്ചത് തന്നെയാണ് എന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കൂടെ 2 ചട്നിയൊക്കെ ഉണ്ട്, ഒരു കറുത്ത കളറും ഒരു ചുവപ്പ് കളറും. അത് നമുക്ക് തിന്നണമെന്നില്ല. പഴമല്ല ഇത് വേറെ സാധനമാണ്. പനീരാന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി കൊണ്ടുള്ള എന്തെല്ലാം സാധനങ്ങൾ നിറച്ചിട്ട് പനീറിൻ്റെ ഒരു കവറും കൂടി ഇട്ടേക്കുന്ന ഒരു സാധനം പൊരിച്ചതാണ്, പഴംപൊരിയല്ല. കൂടെ നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ പാനീയമായിട്ടുള്ള ഐസിട്ട ചായ. അവിടെ നിന്നേ ഇതാ ഒരു പഴം പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടാ. യെസ്. അപ്പം ഇനി പഴം പൊരിച്ചതും കൂടി വാങ്ങാം. നമ്മുടെ വയറിന് പരിചയമുള്ളൊരു സാധനമല്ലേ. ഇതിലുണ്ടല്ലോ നമ്മുടെ KFCയുടെ തരിതരി പോലത്തെ സാധനമല്ലേ, അത് കൂടി ആ രീതിയിലാണ് ആക്കുന്നത്. എന്തായാലും ഇതാ ഞാൻ ഒരു 2 എണ്ണം അതും പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ. നല്ല ക്രിസ്പി സാധനമാണ് കേട്ടോ. അതിൻ്റെ തരി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതാവുന്നുണ്ട്. ശരിക്കും കംബോഡിയയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫുൾ പഴം ഇതുപോലെ അവർ തരിതരി പോലെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നില്ലായിരുന്നു വലിയ നേന്ത്രപ്പഴം. ഓ, ബിഗ്. ഓക്കെ, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളുടെ പഴം തന്നെ. ഓക്കെ. നാം Its name, but it's called banana chips. ഓക്കെ, ബനാന ചിപ്സ് തന്നെയാണ് കേട്ടോ ഇവർ പറയുന്നത്. ഓക്കെ, ബിഗ്. ഞാൻ ഇന്ത്യ വിട്ട് കഴിഞ്ഞിട്ട് ഈ നേന്ത്രപ്പഴം, അത് കേരളം വിട്ട് കഴിഞ്ഞിട്ട് നേന്ത്രപ്പഴം അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നേന്ത്രപ്പഴം ഉണ്ട് കേട്ടോ. അത് നല്ല വലിയ നേന്ത്രപ്പഴം. സാധാരണ നമ്മുടെ പഴംപൊരി തന്നെയാണ്, ക്രിസ്പി പഴംപൊരി. അതിൻ്റെ ഷേപ്പ് ഒരു ചതുരത്തിലാന്നേ ഉള്ളൂ. നല്ല മധുരം ഉണ്ടോ കേട്ടോ ഈ പഴത്തിന്. പഴം മാത്രം കിട്ടുമെങ്കിൽ വാങ്ങി വെക്കണം. ശരിക്കും നമുക്ക് ഒരു ലഞ്ചിനൊക്കെ ഉള്ള സാധനം ഉണ്ട്, ഒരൊറ്റ പഴം കഴിച്ചാൽ മതി, വയറ് മൊത്തം നിറഞ്ഞു പോകും. കോൾഡ് കോഫിക്ക് 8000 രൂപയും നമ്മളുടെ ആ ഒരു 4 പഴം 2 പഴം പൊരിച്ചതും മറ്റേ സാധനത്തിനും കൂടി 5000 രൂപയും. അത് നല്ല വിലക്കുറവാണ് കേട്ടോ. നമുക്ക് തിരിച്ച് ഓടാം, കാരണം ചെറിയ രീതിയിൽ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ തൂളിയിട്ടേ അതങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഞാനൊന്ന് കുറച്ചും കൂടി മുമ്പോട്ട് നടക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ആവശ്യം കൂടിയുണ്ട്. എൻ്റെ ഹെഡ്സെറ്റിൻ്റെ അത് ഓൾറെഡി പോയത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അത് ഇവിടെ വെച്ചായിരുന്നു, നേപ്പാളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരെണ്ണം വിട്ടുപോയതാണ്. അതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ എനിക്കിപ്പോൾ വൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ആ സാധനം വരുമ്പോൾ എടുത്തിട്ടുമില്ല. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു സാധനം ഇല്ലാണ്ട് പറ്റത്തില്ല. ചെറിയ റൂംസൊക്കെ അല്ലേ. അപ്പം തപ്പി നോക്കട്ടെ മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത്. ഇവിടുത്തെ ഷർട്ടുകളുടെയൊക്കെ ഡിസൈൻ കണ്ടോ നിങ്ങൾ? നോക്കിയാൽ നല്ല വര പോലെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഡ്രസ്സുകളുടെ ഒരു മോഡൽ വരുന്നത്. നല്ല വെറൈറ്റി ഡിസൈനുകൾ നോക്കി നിങ്ങൾ. റോബോട്ട് എന്ന് പറയുന്നൊരു കമ്പനിയുടെ, അതും സെയിം തന്നെയാണ്. അപ്പം നമ്മളുടെ ഒരു 1000 രൂപ റേഞ്ചാണ് വരുന്നത്. ഇതാണ് സാധനം. എന്തായാലും ഇതൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. നോക്കാം നമുക്ക്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ചുരണ്ടിയിട്ട് റീചാർജ് ചെയ്യുന്ന പരിപാടിയില്ലേ, ആ കാർഡുകൾ, ആ ഒരു പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലികോം സെൽ എന്ന് പറഞ്ഞ ഇതിൻ്റെയാണ്. അതിൻ്റെ കാർഡുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെയുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഈ കമ്പനികളുടെയാണ്. ഇൻഫിനിക്സ്, പിന്നെ നമ്മുടെ സാംസങ് ഉണ്ട്, നുബിയ, പിന്നെ ഓപ്പോയും വിവോയും ആണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫോണുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഓപ്ഷൻ മാറ്റി മറ്റേ അതിൻ്റെ നോക്കുമ്പോൾ ഒരു ചാർജിന് എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നു. അപ്പോൾ വിവാൻ എന്ന് പറയുന്നൊരു കമ്പനി, ഇതാകുമ്പോൾ വാട്ടർ പ്രൂഫൊക്കെയാണ്, കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. 1320 രൂപയാണ് അതിൻ്റെ റേറ്റും വരുന്നത്. അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചേ. ഓക്കെ, തെരുമക്കസി അപ്പക്കബ. ഓക്കെ ഓക്കെ, ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 2500 രൂപയ്ക്ക് എനിക്കിത് തരും. 2.5 ലക്ഷം രൂപയ്ക്ക്, അതായത് 1300 രൂപ. ഞാനുണ്ടല്ലോ എന്തായാലും കറങ്ങി തിരിഞ്ഞിതാ നമ്മളുടെ മസ്ജിദിന് അടുത്തോട്ട് തന്നെ എത്തി കേട്ടോ. എന്തോ എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു രീതി പോലെ ഉണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ മുന്നിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി ഒന്ന് കണ്ടതിന് ശേഷം പോകാം. എന്തായാലും മഴയും മാറി നിൽക്കുമല്ലേ, ഇനിയിപ്പം മുമ്പോട്ടേക്ക് മഴ വരുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. ചെരുപ്പുണ്ടല്ലോ ഇവിടെ പുറത്തഴിച്ച് വെക്കണേ. ഞാനിവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. ഞാനിതാ അകത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ നിൽക്കുമ്പോഴല്ലോ വളരെ ഭംഗിയോടെ ഒരു മസ്ജിദിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും.
കറുത്ത മകുടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 1 2 3 4 ബാക്ക് സൈഡിലുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ ഇത്ര ഇതാണ് കാണുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഈ ഒരു കൊടികളുണ്ടല്ലോ, കൊടിയല്ലല്ലോ, ഈ ഒരു സാധനം പന്തൽ പോലെയാണ്. അതിങ്ങനെ വിടർത്തി വെക്കാൻ പറ്റും, മടക്കി വെക്കാനും പറ്റും, ആ രീതിയിലുള്ളതാണ്. ഇതിൻ്റെ മിറ്റമൊക്കെ കണ്ടെങ്കിൽ മൊത്തം മാർബിൾ പതിപ്പിച്ച് വെള്ള കളറിലങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സുന്ദരമായൊരിടം. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് അങ്ങനെ ഒരു സ്തൂപം പോലതും നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് കളറ് വരുന്നത് എന്നതിനെ പറ്റിയുള്ള അറിവ് എനിക്കില്ല കേട്ടോ. അത് അറിയുന്ന ആളുകളുണ്ട് എങ്കിൽ ഇതിൻ്റെ മകുടങ്ങൾക്ക് ഇങ്ങനെ കളർ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കുമേ. കറുപ്പ് കളറിലുള്ള 5 മകുടങ്ങളാണ് കേട്ടോ ഇതിനുള്ളത്. AD 1612 സുൽത്താൻ ഇസ്കന്ദർ മുദ്ദയാണ് കേട്ടോ ഈ ബൈത്തുർ റഹ്മാൻ റയാ മസ്ജിദ് നിർമ്മിച്ചത്. 1292കളിൽ ഇതിനു മുമ്പ് പഴയൊരു മസ്ജിദ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അന്ന് ഇവർ ഇത് നിർമ്മിച്ചത് ശരിക്കും വുഡനൊക്കെ കൊണ്ടിട്ട് ഇവരുടെ ആച്ചനീസ് കൾച്ചർ പ്രകാരമുള്ള ഒരു നിർമ്മിതിയായിരുന്നു. പിന്നീട് 1873 ഡച്ചുകാർ ഇങ്ങോട്ടേക്ക് കയറി വന്നു ഈ നഗരവും ഈ ഒരു മോസ്കും ഒക്കെ അങ്ങോട്ട് തീയിട്ട് നശിപ്പിച്ചു. അത് ശരിക്കും അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുണ്ടല്ലോ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പക ഉള്ളിൽ നിന്നുണ്ടാവുമെന്ന് പറയില്ല, ആ സാധനം ഉണ്ടാക്കി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ രോഷം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഡച്ചുകാർ തന്നെ 1881 ഇത് റീബിൽഡ് ചെയ്തു. ആ ഒരു സമയത്ത് ഇവർ ഇറ്റാലിയൻ മാർബിളും പുറത്തു നിന്നുള്ള വസ്തുക്കളൊക്കെ കൊണ്ട് കുറച്ചുകൂടി മോടി കൂട്ടി. ആ ഒരു സമയത്ത് ഒരു ഡോം മാത്രമായിരുന്നു ഈ ഒരു മസ്ജിദിനുണ്ടായിരുന്നത്. പിന്നീട് 1935 കാലഘട്ടത്തിൽ ഡച്ചുകാർ 2 ഡോം കൂടി പണിതു. പിന്നെ 68 ആ ഒരു കാലഘട്ടത്തിൽ ഇന്തോനേഷ്യൻ ഗവൺമെൻറ് എക്സ്ട്രാ 2 ഡോം കൂടി പണിതു. അങ്ങനെ ടോട്ടൽ 5 എണ്ണമായി. പിന്നീട് 2 എണ്ണം കൂടി ചേർത്ത് ഇപ്പോൾ ടോട്ടൽ 7 മകുടങ്ങളുണ്ട് കേട്ടോ അതിന്. പിന്നീട് ഞാൻ ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്ന് നമ്മളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി ദീർഘമായ സഞ്ചാരം നടത്തി വന്നതല്ലേ. വൈകുന്നേരമായി കുറച്ചൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും പതുക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും സൂര്യൻ അസ്തമിച്ചതല്ല, മഴക്കാറ് തന്നെയാണ്. ഇവിടുത്തെ ഡ്രസ്സുകളുടെയൊക്കെ കളർഫുൾനെസ് കണ്ടോ നിങ്ങൾ? ഇത് ഇവിടുത്തെ ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്, ഫുള്ള് കളറാണ്. പിള്ളേരുടെ ഡ്രസ്സുകളാണെങ്കിലും മുഴുവൻ കളറാണ്. ഞാൻ ആൺകുട്ടികളിടുന്ന ഷർട്ടുകളൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നോ, അതും അത്യാവശ്യം കളറാണ്. ഇതൊക്കെ നിങ്ങൾ ഭയങ്കര കളർഫുൾനെസ് ഇഷ്ടപ്പെടുന്ന ആളുകളെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കും. ബ്യൂട്ടിഫുൾ. അവിടെ ചേട്ടൻ സിഗരറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പ്രിന്റുകളാണോ? ഇതെന്താ ഡിസൈൻ? നൈസ് ഡിസൈൻ. അച്ഛേ ഡ്രസ്. ഓക്കെ, ഇവിടെയുള്ള ആളുകളുടെ ആ ഒരു ട്രഡീഷൻ ഇതാണ്. അതുകൂടാതെ ആ ഒരു ക്യാപ്പും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ളവർ അച്ഛേ എന്ന് പറയുന്ന ഒരു ഇതിൽ പെടുന്നതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ട്രഡീഷണൽ വസ്ത്രങ്ങളും ഈ ഒരു രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടെങ്കിൽ ഈ നഗരത്തിൻ്റെ ഒരു വൈകുന്നേര വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. ഷോപ്പുകളൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് വഴിയോര കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ട ആ ഒരു പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്ന ഒച്ചയൊക്കെ നമുക്കിവിടെ കേൾക്കാം. തട്ടുകടകളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുറന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ചോറും അതുപോലെ തന്നെ പൊരിച്ച കറികളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെയും നമുക്ക് കറികൾ ഇങ്ങനെ തൊട്ട് കാണിച്ചാൽ മാത്രം മതി കേട്ടോ, പറയണ്ട. റൈസിന് മക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ചൂട് ചോറാണ് കേട്ടോ. ശരിക്കും വരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് ചോറ് വാരിയെടുത്ത് കറി ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് പോയിരുന്ന് കഴിക്കുകയാണ് വേണ്ടത്. റോഡ് സൈഡിൽ ഇരുന്നുള്ളതുണ്ടല്ലോ ഈ ഒരു ചോറ് കഴിക്കലും ഒക്കെ നൈസാണ്. ശരിക്കും കൈ കഴുകാൻ വേണ്ടിയിട്ട് കോപ്പയിൽ ഞാൻ മുമ്പ് കാണിച്ചിരുന്നില്ല, അതുപോലെ തന്നെയാണ്. ഞാൻ കൂടാതെ ഒരു ചിക്കൻ പൊരിച്ചത് ഇവിടുത്തെ സൈഡിലൊക്കെ കാണുന്നതാണ്. നമ്മുടെ KFC ചിക്കൻ പോലെ ചിക്കൻ ഇങ്ങനെ പൊരിച്ച് വെച്ചേക്കുന്നത്. അതും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തെയും അതുപോലെ തന്നെ രാത്രിക്കത്തെയും കൂടി ഒരുമിച്ചാട്ടോ ഞാൻ കഴിക്കുന്നത്. ചിക്കൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറച്ചാണ്, അതുകൊണ്ട് തന്നെ റേറ്റും വളരെ കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ആ ഒരു എരിവും ആ ഒരു മസാലകളൊക്കെയാണ്, ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു സാധനമൊക്കെ പോയ പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് ആണ് കേട്ടോ ലാഭം. അതായത് 15,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 75 രൂപ റേഞ്ച് കേട്ടോ, കുറവാണ്. ഇവിടെ തേങ്ങയ്ക്ക് വരുന്ന റേറ്റ് 50 രൂപയാണ്, നമ്മുടെ നാട്ടിലെ തന്നെ റേറ്റാണ്. ഇതൊരു ജ്യൂസ് ഷോപ്പാണ്. ഇന്ത്യ, കേരള. ഇവരുടെ ഒരു റോഡ് സൈഡിലുള്ള ഒരു ജ്യൂസ് ഷോപ്പാണ്. എല്ലാ തരത്തിലുള്ള ജ്യൂസും കിട്ടുന്ന. അവക്കാഡോ, കറുത്ത അവക്കാഡോ കേട്ടോ. ലൈൻ ബസ്സുകൾ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. ലൈൻ ബസ് ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ നടക്കും. മഴ ചതിച്ച അശാനെ പതുക്കെ മഴ പെയ്തു തുടങ്ങി. അവരെല്ലാവരും ഷീറ്റൊക്കെ വലിച്ച് കെട്ടുന്നുണ്ട്.
മഴയ്ക്കൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഷോപ്പുകളുടെ സൈഡ് വഴി ഓരം പറ്റി ഇതാ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് പ്രയാണം തുടരുകയാണ്. ഇതാ അവിടെ കാണുന്ന ആ ഒരു കളർഫുൾ കെട്ടിടമില്ല, അതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ബസ് തന്നെയല്ലേ? നമ്മുടെ ആ ഒരു മസ്ജിദിന് മുമ്പിലുള്ള ആ ഒരു മിനാരമൊക്കെ ഇല്ലേ, ആ ഒരു മിനാരമൊക്കെ നല്ല രീതിയിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നടന്ന് അടുത്ത ഒരു ജംഗ്ഷനിലോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മൾ നടന്നതൊന്നും വെറുതെ അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കളർഫുൾ പാലം നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും. ഇതിന് താഴെ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. നമ്മളുടെ ആച്ചേ റിവറാണ് കേട്ടോ ആ ഒഴുകുന്നത്. ഹായ്, ഞാൻ ഉദ്ദേശിച്ച ടൗൺ ഇതൊക്കെ തന്നെയാണ്. ഓഹോ, ഒരു പുഴ, കടൽ, മല എല്ലാമുള്ള നല്ല സുന്ദരമായിട്ടുള്ള ആച്ചേ എന്ന സുന്ദര പട്ടണം. ഇതാ നല്ല ശാന്തസുന്ദരമായിട്ട് കടൽ. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങ് പോയിട്ടുണ്ട് കടലാണ്. ഇതാണ് ആച്ചേ റിവർ. അതിൻ്റെ ആ ഒരു ഭാഗത്തെ എന്ത് എഴുതിയിരിക്കുന്നത്, ഇസ്കാന്ദാർ മുദയോ അങ്ങനെ എന്തോ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്തോ വലിയ അർത്ഥങ്ങളാണ് എന്ന് തോന്നുന്നു. നല്ല പച്ച ലൈറ്റൊക്കെ അതിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണാനായിട്ടും നല്ല രസമുണ്ട്. എന്തായാലും ഈ ഒരു ഈവനിങ് ടൈമിൽ ഇരുട്ടത്ത് ഇരുണ്ട് കിടക്കുന്ന ഈ ഒരു പുഴയുടെ കാഴ്ചകളൊക്കെ കാണാൻ അത് വേറൊരു ഭംഗിയാണ്. നിങ്ങളും ഒന്ന് കണ്ടു നോക്ക്, രസമില്ലേ ഈ ഒരു കാഴ്ച കാണാനായിട്ട് എന്നുള്ളത്. ഇവിടെ റോഡ് സൈഡിലുണ്ടല്ലോ ഇതുപോലുള്ള എന്തോ ഒരു സാധനം വിൽക്കാനായിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. ഇവിടെയൊന്നും ആളുകൾ ഇരിപ്പില്ല, ആളുകളുണ്ടല്ലോ ഇതാ അവിടെ ഇരിപ്പുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെയും വെച്ചേക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ആളുകൾ വന്ന് നിർത്തുന്ന സമയത്ത് അവർ ഓടി ഇങ്ങോട്ട് വരും കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ മേലെയുള്ള ഭാഗം വരെ വെറുതെ വിട്ടിട്ടില്ല, അവിടെയും കച്ചവടമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ കച്ചവടം പൂട്ടും. ഇവിടെയും വലിയ മാളുകളുടെ സംസ്കാരം, മാളെന്ന് പറയാൻ പറ്റുമോ, ഹൈപ്പർ മാർക്കറ്റുകളാണ്. ഹൈപ്പർ മാർക്കറ്റുകളുടെ സംസ്കാരമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അപ്പുറം കാണാൻ പറ്റും. നേരെ നമ്മൾ ഒരു സർക്കിളിലേക്കാണ് എത്തുന്നത്. ഇവിടെ എന്തോ ഒരു സാധനം, ഒരു പ്രതിമയുടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നൈസ് ഉണ്ട് കാണാനായിട്ട്. എന്തായാലും ഇങ്ങോട്ടേക്കാണ് ആധുനിക ആച്ചേ ടൗൺ എന്ന് തോന്നുന്നു. ബന്ദേ ആച്ചേ ടൗൺ കേട്ടോ. ഈ ആച്ചേ എന്ന് പറയുന്ന ഒരു മൊത്തത്തിലൊരു സംസ്ഥാനമാണ്. അപ്പം അങ്ങോട്ടേക്കൊക്കെ വഴിതിരിഞ്ഞ് പോകുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ലൈൻ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ രാത്രിയിൽ ആളുകൾ വരുന്നൊരു ഏരിയ. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. ഇതും നൈറ്റിലെ ഒരു മാർക്കറ്റ് ഏരിയ തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇന്തോനേഷ്യയുടെ വേറെ ഭാഗങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള വലിയ രീതിയിലുള്ള ടൂറിസ്റ്റുകളുടെ ഒന്നും പ്രവാഹം ഇവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത് ഇവിടുത്തെ ടാക്സി കണ്ടോ, മഴയൊന്നും നനയാതെ ഒരു സ്കൂട്ടറുമായി ബന്ധിപ്പിച്ച് ഘടിപ്പിച്ചേക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്ന 4 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ടാക്സി ടുക്ക് വണ്ടി. ഇതാ ഈ ഭാഗത്തുണ്ടല്ലോ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഇതാ ഇവിടെയുണ്ട്. അവിടെ തന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അങ്ങ് മേളിലുമുണ്ട്. അപ്പം അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ ഈ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും അങ്ങോട്ട് ഇറങ്ങാത്തത്. ഇവിടമാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടം വരെ നടന്നിട്ട് ഞാൻ തിരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പകൽ വെളിച്ചത്തിൽ കാണാം. ഇരുട്ടത്ത് അധികം ദൂരം അങ്ങനെ പോകുന്ന അത്ര സേഫായിട്ടുള്ളൊരു പരിപാടിയല്ല. ഇത് ശരിക്കും നമ്മളുടെ ഞാവൽപ്പഴമാണ് കേട്ടോ. തിരിച്ച് വീണ്ടും ഒരു പുഴയുടെ തീരത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചേട്ടനെ എന്തോ മീൻ പിടിക്കാനുള്ള ശ്രമം ആണെന്ന് തോന്നുന്നു. അതിൻ്റെ സൈഡിൽ കൂടി ടോർച്ച് അടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. നൈറ്റ് ആയപ്പോഴത്തേക്ക് നമ്മളുടെ മസ്ജിദ് ലൈറ്റപ്പൊക്കെ ചെയ്ത് കാണാൻ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെ എന്തോ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുറ്റത്തെ. ഈ മസ്ജിദിനുണ്ടല്ലോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപകടം നേരിട്ട് കണ്ട, പ്രകൃതി ദുരന്തം നേരിട്ട് കണ്ട ഒരു കഥ പറയാനുണ്ട് കേട്ടോ നമ്മളോട്. ആ കഥകളിലേക്ക് നാളെ രാവിലെ തീർച്ചയായിട്ടും ഞാൻ പോകും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ഒരു രസമുള്ള കളറുള്ള ഡ്രസ്സ് കണ്ട, ആ ഒരു പെൺകുട്ടി ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, ആ ഒരു രീതിയിലുള്ള കളർഫുൾ ഡ്രസ്സുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ രാവിലെ നടന്നു പോയ ആ ഒരു മാർക്കറ്റ് ഏരിയയും ഫുള്ള് ലൈറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ടാണ് ഇന്ന് ആൾ ഇത്രയും കുറവ് കേട്ടോ. അല്ലെങ്കിൽ ആൾ വരേണ്ടതാ, ശരിക്കും ഉള്ളതാ. നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു മാർക്കറ്റില്ലേ, ഒരു കാലത്ത് ഇവിടെ കച്ചവടം ചെയ്തിരുന്നവരും ഇവിടെ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളും ഒക്കെയും മൊത്തത്തിൽ ഇല്ലാണ്ടായി ഇപ്പോൾ പുതിയ ആളുകൾ താമസിക്കുന്ന ഒരിടമാണ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിലൂടെയുള്ള കറക്കം അവസാനിപ്പിക്കാം. നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് സുമാത്രയുടെ ഏറ്റവും നോർത്ത് ഭാഗത്തേക്ക് വന്ന് പെട്ടിരിക്കുന്നു. ഇവിടെ
ഞാൻ പറഞ്ഞു വളരെയധികം ജിയോഗ്രഫിക്കലി പ്രത്യേകതകളുള്ള ഏരിയ ആണ്. അപ്പം പല കാര്യങ്ങളും ഇവിടുത്തെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മുമ്പ് നൗഷാദിക്കയുടെ കാര്യത്തെപ്പറ്റി. അപ്പം അവിടെ നിന്നൊരു കോൾ എനിക്ക് വന്നിട്ടുണ്ട്. സോ നാളെ മിക്കവാറും നമുക്കൊരു സന്തോഷ വാർത്ത ആയിരിക്കണം. അപ്പം അത് എന്തൊക്കെയാണ് എന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. മാർക്കറ്റിനോട് ചേർന്ന് തന്നെയുള്ള നമ്മളുടെ ആ ഒരു ട്രാൻസിസ്റ്റ് ഹോമിലേക്ക് നമ്മളെത്തി. ശരിക്കും നിങ്ങളും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആരെങ്കിലും സോളോയ്ക്കായിട്ട് അങ്ങനെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തു വരാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ശരിക്കും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് പറ്റിയ ഒരു ഏരിയ ആണിത്. ഇവിടെ താമസിക്കാം. അപ്പം എന്തായാലും നമുക്കിനിയിപ്പം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാമല്ലോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.